ഫാമിലി തന്നെ ഒരു CA കാരി ഉണ്ടായിരുന്നു. അപ്പൊ ആ ചേച്ചിയായിട്ട് ഡിസ്കസ് ചെയ്തപ്പോ ആ ചേച്ചി പറഞ്ഞു വേറെ പല ഇൻസ്റ്റിറ്റ്യൂട്ടും നോക്കണ്ടായി. അപ്പൊ ആ ചേച്ചിയാണ് സജസ്റ്റ് ചെയ്തത് ലോജിക്ക് പൊക്കോ, അവിടെ ആകുമ്പോ തിയറി മാത്രമല്ല പ്രാക്ടിക്കലായിട്ട് കുറച്ചുകൂടെ നിങ്ങൾക്ക് ഒരു എക്സ്പോസർ കിട്ടും, സോഫ്റ്റ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ കഴിയും, അങ്ങനെ പറഞ്ഞു. ലോജിക്ക് എന്തുകൊണ്ടും ഒരു നല്ലൊരു തീരുമാനം തന്നെയായിരുന്നു. സോഫ്റ്റ് സ്കില്ല് കുറേ ലൈവ് സെഷൻ ക്ലാസ്സുകൾ തന്നു, സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി പഠിക്കാൻ പറ്റി, എക്സൽ ചെയ്തു, പിന്നെ സോഹോ, ഇങ്ങനെ പല പല ടൂൾസ്, ഫൈനാൻഷ്യൽ ടൂൾസ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ ലോജിക്കിൽ നിന്ന് ഹെൽപ്ഫുൾ ആയിരുന്നു വളരെ. മാറ്റമുണ്ട്, ലോജിക്കിൽ വന്നതിന്റെ മാറ്റം അവന് നന്നായിട്ടുണ്ട്. പിന്നെ സ്റ്റേജ് അപ്പിയറൻസ് ആയാലും നല്ല രീതിയിൽ ഉണ്ട്. ഞങ്ങൾ അവിടെ ഒരു പ്രോഗ്രാമിന് വന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് നേരിട്ട് അത് കാണാൻ പറ്റി. ഞാൻ +2 ഒരു സയൻസ് സ്റ്റുഡൻ്റ് ആണ്. ഞാൻ +2 കഴിഞ്ഞിരിക്കുമ്പോൾ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പോയി. മാധ്യമം നടത്തിയ എജു കഫേ എന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ പറഞ്ഞു ഫസ്റ്റ് ഞാൻ ആദ്യമായിട്ട് ACCനെ പറ്റി കേൾക്കണം. അപ്പോൾ അവിടെ കേൾക്കുമ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നി. പിന്നെ വീട്ടിലെത്തി അതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞപ്പോൾ ഒന്നോടെ എനിക്കൊരു ഇഷ്ടം തോന്നി. അങ്ങനെ ഞാൻ ഫാമിലിനോട് അത് പറഞ്ഞു. അപ്പോൾ നിന്റെ ഇഷ്ടം ഏതാണെങ്കിൽ അതിലേക്ക് പൊക്കോളാൻ അവർ പറഞ്ഞു. ലോജിക്കിലേക്ക് എത്തിയെന്ന് പറയുമ്പോൾ ഫാമിലിനോട് ഞാൻ ഇത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇത് മുമ്പ് ഇതിനെപ്പറ്റി പരിചയമുള്ള ആരെങ്കിലോടും ചോദിക്കാൻ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ഫാമിലി തന്നെ ഒരു CA കാരി ഉണ്ടായിരുന്നു. അപ്പൊ ആ ചേച്ചിയായിട്ട് ഡിസ്കസ് ചെയ്തപ്പോ ആ ചേച്ചി പറഞ്ഞു വേറെ പല ഇൻസ്റ്റിറ്റ്യൂട്ടും നോക്കണ്ടായി. അപ്പൊ ആ ചേച്ചിയാണ് സജസ്റ്റ് ചെയ്തത് ലോജിക്ക് പൊക്കോ, അവിടെ ആകുമ്പോ തിയറി മാത്രമല്ല പ്രാക്ടിക്കലായിട്ട് കുറച്ചുകൂടെ നിങ്ങൾക്ക് ഒരു എക്സ്പോസർ കിട്ടും, സോഫ്റ്റ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ കഴിയും, അങ്ങനെ പറഞ്ഞു. അപ്പൊ ഈ ഒരു എക്സ്പെക്ടേഷനോട് കൂടിയാണ് അവിടെ ചെല്ലുന്നത്. പിന്നെ ഒരു ഉള്ളിലൊരു പേടി ഉണ്ടായിരുന്നു, ഞാൻ ഒരു സയൻസ് സ്റ്റുഡന്റ് ആലോ എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കും. പക്ഷെ അവിടെ ചെന്നപ്പോൾ തികച്ചും ഒരു വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയായിരുന്നു. അവിടെ ചെന്നപ്പോൾ തന്നെ അവിടുത്തെ ഫാക്കൽറ്റി ആയാലെങ്കിലും അവര് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്നെ ശരിക്കും കെയർ ചെയ്ത്, ഞാനൊരു സയൻസ് സ്റ്റുഡന്റ് ആണ് പിന്നെ എനിക്ക് ഫീൽ ചെയ്തില്ല, അവരൊരു കൊമേഴ്സുകാരനാക്കി എന്നെ മാറ്റുകയായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഫാക്കൽറ്റി അടുത്തുണ്ടായ. പിന്നെ സോഫ്റ്റ് സ്കിൽസിനെ പറ്റിയും പ്രാക്ടിക്കൽ ആയിട്ടുള്ള നോളജും വളരെയധികം ഇമ്പ്രൂവ്മെന്റ് ആയി. എനിക്കൊരു ഒറ്റ അറിവില്ലായിരുന്നു ഫിനാൻഷ്യൽ ഫീൽഡിനെ പറ്റി. അപ്പൊ ഇതൊക്കെ ലോജിക്കിൽ നിന്ന് ലഭിച്ചു. ലോജിക്ക് എന്തുകൊണ്ടും ഒരു നല്ലൊരു തീരുമാനം തന്നെയായിരുന്നു. ജനത്തെ അഭിമുഖീകരിക്കുന്ന കാര്യത്തിൽ കുറച്ച് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. ജനത്തെ അഭിമുഖീകരിക്കാൻ ഞങ്ങൾക്കവിടെ ഒരു ഷോപ്പുണ്ട് ചെറുതായിട്ട്. അപ്പോൾ അതിനകത്ത് ഈ വന്ന ആളുകളുടെ അടുത്ത് ഇടപെടുമ്പോൾ നേരത്തെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു നാണം കുണുങ്ങി വല്ല മട്ടിലൊക്കെ ആയിരുന്നു, ഉൾവലിഞ്ഞ് മാറി. അപ്പോൾ അത് മാറിയിട്ടെന്ന് പറഞ്ഞാൽ ഈ ആളുകൾ ഇവനെ അന്വേഷിക്കുന്ന ഒരവസ്ഥയിലേക്കുണ്ട്. അവനവിടെ കടയിൽ പെർഫോം ചെയ്ത് പോയി പിറ്റേ ദിവസം അവർ വരുവാണെങ്കിൽ അവനെ കാണുള്ളല്ലോ. അപ്പോൾ അവൻ എന്ത് ചെയ്യും, അവൻ അന്നുണ്ടായിരുന്ന കൊച്ചെന്തി എന്നൊക്കെ ചോദിക്കും. ഒരു മാസം കഴിയുമ്പോൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നു ഇത് കുറച്ചും കൂടി ഒരു ഡെവലപ്പായ ഒരാളെന്നൊക്കെ നമുക്ക് തോന്നും. സയൻസ് ആയാലും ഞങ്ങൾക്കൊരു ഭയം ഉണ്ടായിരുന്നു, കൊമേഴ്സ് ആലോ ഇത്, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ പോയി കുറച്ച് കഴിഞ്ഞ് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഓൾറെഡി കുഴപ്പമില്ല, അവന് പഠിക്കാൻ പറ്റുന്നുണ്ട്, വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് കുഴപ്പമില്ലാണ്ട് അവനും തോന്നി നേടിയെടുക്കാൻ പറ്റും. പിന്നെ സ്റ്റേജ് അപ്പിയറൻസ് ആയാലും നല്ല രീതിയിൽ ഉണ്ട്. ഞങ്ങളവിടെ ഒരു പ്രോഗ്രാമിന് വന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് നേരിട്ട് അത് കാണാൻ പറ്റി. ചെറുപ്പത്തിലൊന്നും സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് സ്റ്റേജിലേക്ക് അങ്ങനെ കാര്യമായിട്ട് കയറുമോ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആ ഒരു മാറ്റങ്ങൾ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇവിടെ ആരും അങ്ങനെ കൊമേഴ്സ് ഫീൽഡിൽ നിന്നുള്ള ആരും തന്നെ ഇല്ല. അപ്പോൾ നമുക്ക് ആർക്കും അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷേ അഞ്ചത് പോയതിന് ശേഷം ഇപ്പോൾ നമുക്കാണെങ്കിലും കുറേ ടേംസും കാര്യങ്ങളൊക്കെ പുറത്ത് പോകുമ്പോഴാണെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്കും ആ നോളജ് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട് അവൻ്റെ അടുത്ത് നിന്നാണ്. കൊമേഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനാണെങ്കിലും കാര്യങ്ങൾ. പിന്നെ സോഫ്റ്റ് സ്കില്ല് കുറേ ലൈവ് സെഷൻ ക്ലാസ്സുകൾ തന്നു, സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി പഠിക്കാൻ പറ്റി, എക്സൽ ചെയ്തു, പിന്നെ സോഹോ, ഇങ്ങനെ പല പല ടൂൾസ്, ഫൈനാൻഷ്യൽ ടൂൾസ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ ലോജിക്കിൽ നിന്ന് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് വളരെ.